കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് രംഗത്ത് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മുഖ്യമായത് വൈദ്യുത വാഹനങ്ങളുടെ കടന്നുവരവാണ്. ഗവൺമെന്റും വാഹന നിർമ്മാതാക്കളും വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടി വൈദ്യുത വാഹനങ്ങളെ പ്രശംസിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങളിൽ ഇന്ത്യയെ ഒന്നാമതാക്കാമെന്നാണ് എക്കണോമിക് ടൈംസ് ഗ്ലോബൽ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഫാസ്റ്റർ അപ്ഡേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് വെഹിക്കിൾസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ. നിലവിൽ 2019 മാർച്ച് 31 വരെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് വെഹിക്കിൾസ് 2ാം ഘട്ടം ദീർഘിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യൂണിയൻ ക്യാബിനറ്റ് യോഗത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബാറ്ററി സെല്ലുകളുടെയും വൈദ്യുത വാഹന ഘടകങ്ങളുടെയും സമാഹരണം PMB പദ്ധതിയിലൂടെ നടത്താമെന്നാണ് ഇതിൽ പ്രധാനം. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് രംഗത്തെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വെച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച പ്രയത്നമാണ് ഗവൺമെന്റ് വൈദ്യുത വാഹന വിപണി മെച്ചപ്പെടുത്താൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചാർജിംഗ് സ്റ്റേഷൻ ശൃംഖല വിപുലീകരണം, നികുതി ഇളവുകൾ, എളുപ്പത്തിൽ ലഭ്യമാവുന്ന ലോൺ സംവിധാനം എന്നിവയെല്ലാമാണ് ഇതിൽ പ്രധാനം. അടുത്തിടെ നടന്നൊരു പഠനം പറയുന്നത് രാജ്യത്ത് വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് മികച്ച രീതിയിലാണ് വളരുന്നതെന്നാണ്. ഇക്കാരണം കൊണ്ടുതന്നെ വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിലവിലുള്ള ഓട്ടോറിക്ഷകൾ വൈദ്യുതമാക്കി മാറ്റുന്നതാണെന്ന് ARI ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചത്. 2030 ഇന്ത്യൻ വാഹന വിപണിയിലെ ഭൂരിഭാഗം വാഹനങ്ങളും വൈദ്യുതമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. നിലവിൽ ഇരുചക്ര വാഹന ശ്രേണിയിലാണ് കൂടുതൽ വൈവിധ്യമാർന്ന വൈദ്യുത വാഹനങ്ങൾ ഉള്ളത്. ഏത്തർ എനർജി, ഹീറോ ഇലക്ട്രിക്, ഒഖിനാവ എന്നിവരാണ് ഇതിൽ പ്രധാനികൾ.